മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഒഴിഞ്ഞപ്പോൾ ഇനി ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്ന ആകാംക്ഷയാണ് ബാക്കിയാകുന്നത്. 2 മന്ത്രിസ്ഥാനങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മത്സരിച്ച 8 പേരിൽ 7 പേരെയും വിജയിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവർ. ചെറിയ പാർട്ടികൾക്കെല്ലാം ടേം നിബന്ധനയില്ലാതെ മന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആരൊക്കെ ആ പാർട്ടികളിൽ നിന്ന് മന്ത്രിമാരാകും? കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുമാണ് ഇപ്പോഴുള്ളത്. ആരൊക്കെയായിരിക്കും മന്ത്രിമാർ, ഏതൊക്കെയായിരിക്കും അവരുടെ വകുപ്പുകൾ എന്നതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? വിപിൻ സി വിജയൻ. ദിലീപ് കുമാർ, UDFന്റെ ഒപ്പം ഉറച്ചു നിന്നിട്ടുള്ള വിശ്വാസമുള്ള ഘടക കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ഇനി ഏറ്റവും പ്രധാനം മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളത് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് CP ജോൺ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ താൻ മന്ത്രിയാകും എന്നുള്ളത് CP ജോൺ പുറത്തു വന്ന ഈ UDF കക്ഷി ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന് പറയുകയും ചെയ്തു. വകുപ്പുകളെ സംബന്ധിച്ച് ഇപ്പോൾ ആ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല. കാരണം അത്തരമൊരു തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. ആരൊക്കെ മന്ത്രിമാർ എന്നുള്ളത് തീരുമാനിക്കാം, അല്ലെങ്കിൽ എത്ര സീറ്റുകൾ, എത്ര മന്ത്രിസ്ഥാനങ്ങൾ എന്നുള്ളതിൽ മാത്രം ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനം, അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കാം എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഒരു അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. CP ജോണിന് പുറമെ മറ്റൊന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ 2 സീറ്റുകൾ അവർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിലെ 5 സീറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ 2 സീറ്റുകൾ വേണം എന്നുള്ളതിൽ ഉറച്ചു തന്നെ നിൽക്കാനാണ് നിലവിൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫ്, ഒപ്പം തന്നെ PJ ജോസഫിന്റെ മകനായിട്ടുള്ള അപ്പു ജോസഫ് എന്നിവർക്കാണ് അതിൽ കൂടുതലായിട്ടും സ്ഥാനം. അങ്ങനെയല്ല ഒരു അഭിപ്രായം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളതാണെങ്കിൽ അത് മോൻസ് ജോസഫിലേക്ക് പോകാനാണ് സാധ്യത. പിന്നെ ഒരു ചീഫ് വിപ്പ്, അതായത് ക്യാബിനറ്റ് പദവിയുള്ള ഒരു ചീഫ് വിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് തോമസ് ഉണ്ണിയാടനും ഇപ്പോൾ സാധ്യത തെളിയുന്നുണ്ട്. അപ്പോൾ 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് ചോദിക്കുന്നു, അത് 1ലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ആ ഒരു അനുനയ നീക്കത്തിലേക്ക് ജോസഫ് വിഭാഗം വരുമോ എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടതുണ്ട്. എടുത്തു പറയേണ്ടത് പിന്നീട് അനൂപ് ജേക്കബിന് ഇപ്രാവശ്യം മന്ത്രിസ്ഥാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത് ജേക്കബ് ഉള്ള കാലം മുതൽ തന്നെ UDF അധികാരത്തിലെത്തുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം ഉള്ളതാണ്. അത് ഇപ്രാവശ്യവും അനൂപ് ജേക്കബിന് ഉണ്ടാകാം. അദ്ദേഹം ഇതിനു മുൻപ് ഭക്ഷ്യമന്ത്രി ആയിട്ടുള്ള ഒരാളാണ്. അത് ടേം വ്യവസ്ഥ ഇല്ലാതെ തന്നെ CP ജോൺ, ഒപ്പം തന്നെ അനൂപ് ജേക്കബിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും നൽകാനാണ് ഇപ്പോഴത്തെ ആലോചനയുള്ളത്. പക്ഷേ അപ്പോഴും മാണി സി കാപ്പനുണ്ട്. മാണി സി കാപ്പൻ അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആരുമായിട്ടായിരിക്കും, അത്തരൊരു ടേം വ്യവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതുമുണ്ട്. RSPയിൽ ഷിബു ബേബി ജോണിനും മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തന്നെ അത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, അസോസിയേറ്റ് അംഗങ്ങളായി UDFനൊപ്പം നിൽക്കുന്ന RMP ഇതിനോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടില്ല എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ കൂടി ഇതിൽ നടക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് 5 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ജോസഫ് വിഭാഗം ആ 2 എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ആ അനുനയ നീക്കം എന്നുള്ളതും കണ്ടറിയണം. ദിലീപ് കുമാർ, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയൻ. പല പാർട്ടികൾക്കും അവരുടെ മനസ്സിൽ ചില വകുപ്പുകളെ സംബന്ധിച്ചൊക്കെ പ്രതീക്ഷകളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് നേരത്തെ അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയാണ്. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അത് രണ്ടും കൂടി ചേർത്ത് ഒരു വകുപ്പാക്കണം എന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ഈ വകുപ്പുകൾ കൂടി വേണം എന്ന നിലപാടാണ്. വ്യവസായം, IT, ഈ വകുപ്പുകൾ മുസ്ലിം ലീഗിന് ലഭിക്കും എന്ന സൂചനയുണ്ട്. അങ്ങനെ ഈ 4 പ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അന്തിമ തീരുമാനം ഇനിയും ചർച്ചകളിലായിരിക്കും. ഇനി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടതുണ്ട്. പ്രാഥമികമായ ചില വിലയിരുത്തലുകളാണിതൊക്കെ. ഷിബു ബേബി ജോൺ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ടൂറിസം വകുപ്പ് അല്ലെങ്കിൽ ജലസേചന വകുപ്പ് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് തൊഴിൽ വകുപ്പായിരുന്നു UDF സർക്കാരിൽ കൈകാര്യം ചെയ്തിരുന്നത്. അത് അപ്രധാന വകുപ്പ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. ജോസഫ് വിഭാഗം റവന്യൂയോ കൃഷിയോ ഈ വകുപ്പുകൾ ലഭിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ അവർ മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.